ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു പുതിയ ഗെയിമുമായാണ്. ഇതിൻ്റെ പേരാണ് കാർ ഫോർ സെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇത് നമുക്ക് കാറെല്ലാം വിൽക്കാനെല്ലാം പറ്റുന്ന ഗെയിമാണ്. ഇതാണ് നമ്മുടെ ഓഫീസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുത്തെ കച്ചറ ഉണ്ടോ, ഈ കച്ചറയെല്ലാം നമുക്ക് എടുത്ത് വേസ്റ്റ് ബിന്നിലോട്ട് ഇടാണ്ട്. എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോഴും നെക്കി തന്നെ കണ്ടോ, അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഓരോ ഈ SP കിട്ടും. ഈ ഫുൾ കച്ചറ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയും അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ഫുള്ളും കച്ചറ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസ് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഓഫീസ്. നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ പോയി കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ എടുത്ത് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ബിസിനസ് അക്കൗണ്ട് ഇല്ല. നമ്മുടെ ഈ ഗെയിമിനകത്ത് ഒരു പേരുണ്ട്. നമ്മുടെ ഈ കാണിച്ചു തരാം. നമ്മുടെ ഈ കഫോസിൽ എഴുതിയിരിക്കുന്ന ഈ സ്ഥലമില്ല, ഇവിടുത്തെ പേര് മാറ്റാനാണ് ഇവർ പറയുന്നത്. ഇനി ഒന്ന് കമ്പ്യൂട്ടറിൽ പോയി മാറ്റാനായിരിക്കും. ഞാൻ നെയിമെല്ലാം വിട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കടയ്ക്ക് മുമ്പിൽ പേരിട്ടേക്കാണ് പവർ ഓഫ് കാർ എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു പിച്ചക്കാരൻ ഇരിക്കുന്നുണ്ട്. ഇവനെ നമുക്ക് ജോലിക്ക് വേണ്ടി എടുക്കാം. ഇയാളെ നമ്മൾ ജോലിക്ക് എടുക്കേണ്ടത്. നമുക്ക് ബസ് വീട്ടിൽ പോയി കാർ മേടിച്ചിട്ട് വരാം. നമ്മൾ കാർ മേടിക്കാൻ കുറച്ച് വീടുകളിൽ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഈ കാർ കണ്ട, ഇത് ഒരു പഴയ കാർ വയ്ക്കും. നമുക്ക് ഈ കാർ നല്ല കാർ. നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം എത്ര പൈസയാണെന്ന്.
ഈ കാർ നമുക്ക് വേണ്ടി ഇതിന് 14,000 സംതിങ് പൈസ തന്നുകൊണ്ട് നമുക്ക് വേറെ ഒരു നല്ല കാർ പോയി മേടിക്കാം. ഇവിടെ ഒരു മഞ്ഞ കാർ കിടക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം. ഇതിന് വില കൂടുതലേക്ക് ഉറപ്പാണ്. ഇതിന് 22,000 സംതിങ് ആണ് ഇവർ വയ്ക്കുന്നത്. തൽക്കാലം നമുക്കിപ്പോൾ ഒരു പാട്ടക്കാർ മേടിക്കാനുള്ള യോഗ്യതയുള്ളൂ. ഇവിടെ ഒരു കാർ കിടക്കുന്നുണ്ട്. ഇയാൾ ചോദിക്കുന്നത് 34 സംതിങ് വൃത്തിയായിട്ട് അരിക്ക് പറ്റിയ കാറിന് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം, എന്നിട്ട് പോയി കാർ മേടിക്കാം. ഇയാൾ 3000 സംതിങ് ആണ് ചോദിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ 14,000 സംതിങ് കൊണ്ട് നമുക്ക് മേടിക്കാം. ബൈ. ഇപ്പോൾ നമ്മൾ കാറ് അങ്ങ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ആ കാറ് നിറച്ച് അഴുക്കായതുകൊണ്ട് അതെല്ലാം കഴുകാനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അങ്ങ് ദൂരെയാണത്. അടുത്ത തന്നെ എഴുത്തുണ്ട്. ഞങ്ങൾ അടുത്തെത്തി. ഞങ്ങൾ അടുത്തെത്തിയിട്ടുണ്ട്. അടുത്തെത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. നമ്മുടെ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് വരാം. നമുക്ക് റിപ്പയർ അല്ലേ ചെയ്യേണ്ടത്, ഈ കാറ് കഴുകുകയുണ്ട്. എനിക്കൊന്ന് അപ്പത്താൻ തോന്നുന്നു.
ഇതാന്ന് തോന്നുന്നു പെയിന്റ് ചെയ്യുന്ന സ്ഥലം. നമുക്ക് നോക്കാം. ഇവർ വരുന്നത് കാർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ്. എനിക്കൊന്ന് ഇവിടെയാണ് തോന്നുന്നു കഴുകുന്നത് തോന്നുന്നു. അതെ, ഇവിടെയാണ് കഴുകുന്നത്. നമ്മളിങ്ങനെ തണുപ്പ് വരുന്നു മഴ ആ സമയത്ത് ഓണം മഴ മൊത്തം വന്നിട്ട് വരും. ഇന്ന് വരുമ്പോഴത്തേക്ക് മരുഭൂമിയുടെ ചൂടും കൊണ്ട് ഇങ്ങോട്ട് വരും. നമുക്ക് ഈ കാർ ഏതായാലും അപ്പുറത്തോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. നമ്മളിപ്പോൾ കാർ എടുത്തിട്ടുണ്ട്. ഇപ്പം വയ്ക്കുള്ളേ. നമ്മളിപ്പോൾ നമ്മുടെ കാർ ഷോപ്പിൽ കൊണ്ടുവിടാൻ പോവാണ്. നമ്മൾ ഷോപ്പിൽ കാർ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇറങ്ങാം. നമ്മൾ ഫ്യൂവൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്യൂവൽ ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ആക്കാനുണ്ട്. നമുക്ക് ഈ കാർ എടുത്ത് ആ ഷോപ്പിൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് വരും. അപ്പം നേരെ അങ്ങോട്ട് വിട്ട് വരാം. ഒന്നും കൊള്ളാത്ത ഒച്ചയാണ് ഈ പാട്ടൊക്കെ വന്ന്. നമ്മൾ ഇങ്ങോട്ടാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർ ശരിയാക്കാൻ കൊടുക്കാം.
നമ്മൾ കാർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കാർ എടുത്ത് വേറെ അപ്പുറത്തെ വീട്ടിലോട്ട് ഇട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം. നമുക്ക് ഈ കാർ സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം. നമ്മൾ കാർ സെയിൽ ചെയ്യാൻ ഇടാൻ പോവാണ്. പിന്നെ ഓഫീസിൽ പോയിട്ട് കാറിൻ്റെ റേറ്റ് ഇടാം. ഇതിനകത്ത് വന്ന് കാറിൻ്റെ ഫോട്ടോ എടുക്കാനാണ്. നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് വരാം. ഇതിൻ്റെ ഡേർട്ടി കളയുണ്ട്. അതിന് നമുക്ക് ഈ കാർ എടുത്തുകൊണ്ട് കൊണ്ടുകൊണ്ട് വരും. ഞാൻ ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ കഴിച്ച് മുമ്പിലൊരു കാറ് സെയിലിനിട്ടിട്ടുണ്ട്. നമ്മുടെ രണ്ട് കസ്റ്റമർ ഫസ്റ്റ് വന്നിട്ടുണ്ട്. രണ്ടല്ല പോയി 3 പേര് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഇയാളോട് തന്നെ ചോദിക്കാം. നമ്മളിട്ടിരിക്കുന്നത് 13,500 സംതിങ് ആണ്.
പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ കാർ സെയിലിട്ടുണ്ട്. നമുക്കിപ്പോൾ വീട്ടിൽ പോകാൻ അങ്ങാണ് നമ്മുടെ വീട്. നമുക്ക് കുറേ പോകാനുണ്ട്. അപ്പോൾ ആ കാർ കൊണ്ട് നമുക്ക് അങ്ങനെ പോയാൽ മതിയായിരുന്നു. ഞാൻ ഈ വീട്ടിൽ എത്തി കഴിഞ്ഞിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കൊണ്ട് പെട്ടിക്കൂടി വയ്ക്കുന്ന വീട്ടിലോട്ട് എത്തിയതാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു കാർ വയ്ക്കുന്ന ഐറ്റം കിടക്കുന്നുണ്ടോ നോക്കിയാൽ വർക്ക് എത്താന്ന് തോന്നുന്നു. നമുക്ക് സിമ്പിൾ എണിക്കുന്ന അപ്പുറത്തോട്ടൊക്കെ അങ്ങോട്ട് പോയിട്ട് വരാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി കിടക്കാം. അപ്പോൾ ഇതിനൊക്കെ അടുത്ത ദിവസമായിട്ടുണ്ട്. നമുക്ക് അയ്യോ ഇനി നമുക്ക് നമ്മുടെ കടയിലോട്ട് പോവാം. കടയിലോട്ടില്ല, സാധനങ്ങൾ മേടിക്കാൻ പോവാം. ക്രാബ് നമുക്ക് ഏതായാലും കാർ മാർക്കറ്റിലോട്ട് പോയിട്ട് വരാം. എവിടെയാ ആദ്യം നമുക്ക് ഇവിടെ പോയി നല്ല കാറുകൾ നോക്കി മേടിക്കാൻ പറ്റും. മറ്റേ നല്ലിച്ചൂടെ നല്ല കാറുകൾ ഇവിടെ കിട്ടും. ഫസ്റ്റ് തന്നെ ഒരു കാർ വയ്ക്കുന്നത്. ഒരാൾ 11,000 ചോദിക്കുന്നത്. നമുക്ക് പിന്നെ നോക്കാം. ഇത് അത്രയ്ക്ക് പോരാ. നമുക്ക് നല്ല കാർ നോക്കിയിട്ട് അവസാനം എടുക്കാം. ഈ ജീപ്പ് കാണാൻ നല്ല അവസാനം നമുക്ക് ഇയാളോട് ചോദിച്ചു നോക്കാം. ഇത് പണ്ട് പട്ടാളത്തിലാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് തോന്നുന്നു. ഇയാൾ ചോദിക്കുന്നത് അയ്യോ നമുക്കൊരു മേടിക്കാൻ പറ്റാത്ത പൈസയാണ്, നമുക്കിത് വേണ്ട. ഇതേ മുന്നേ ഇതേ പിന്നെ ഇതേ സെയിം ഒരു വണ്ടി വയ്ക്കുന്ന ഐറ്റം ഇയാളോട് ചോദിച്ചു നോക്കാം. ഇയാളും ഭയങ്കര വിലയിലാണ് ചോദിക്കുന്നത്. നമുക്ക് ഇയാളുടെ കയ്യും വേണ്ട. ഇനി ഉറപ്പായി വില കൂടുതലായിരിക്കും. ഏതായാലും നമുക്ക് ചോദിക്കാതിരിക്കുന്നതല്ല. അപ്പോൾ ടൈം പൊത്തില്ല. ഞാൻ മുന്നിൽ കണ്ടിട്ട് നല്ല കഥായി തോന്നുന്നു. ഈ കഥ ഇയാളോട് വെച്ച് നോക്കാം. ഇയാൾ നമ്മുടെ ഫസ്റ്റ് കാർ മേടിച്ചുകൊണ്ട് പോയ ഇയാളോട് തന്നെ ചോദിക്കേണ്ട ഗതിയാണ് നമുക്ക്. ഇയാൾ നമുക്ക് മേടിക്കാൻ വരുന്ന പൈസ ഇല്ലാണ്ട് ചോദിച്ചാൽ നമുക്ക് മേടിച്ചേക്കാൻ നല്ലൊരു കാറാണ്. ഒരു കുഴപ്പമില്ല. ഈ കാറിൻ്റെ ഉള്ളിലോട്ട് കയറാം. നമ്മളങ്ങനെ ഓളെ കടേൻ്റെ അടുത്തോട്ട് എത്താനായിരിക്കുന്നു. കടയിൽ എത്തിയിട്ടുണ്ട്. ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി.
നല്ല കൂളി സ്പീഡാണ് ഗൈസ്. ഇതെല്ലാം നമുക്കൊരു 13,000 സംതിങ് അല്ല പിന്നെ ഞങ്ങൾക്ക് കാർ ഉള്ളിലോട്ട് കയറ്റാം. ഇനി നമുക്ക് ഈ കാർ സെയിലിടാം. ഞാൻ കാണിച്ചുതരാം എങ്ങനെ കാർ സെയിലിടുന്നതെന്ന്. ഞാൻ പലവരെയും കാണിച്ചിട്ടായിരുന്നു കാർ എങ്ങനെ സെയിലിടുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. നമ്മൾ ആദ്യമേ വെബ് പേജിലോട്ട് പോയിട്ട് കാർ ഫോർ സെയിലിൽ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ടൈറ്റിൽ സ്പോർട്ട് കാർ എന്ന് എഴുതുക. നമ്മുടെ ഇഷ്ടമില്ല. ആദ്യം നമുക്ക് പൈസ ഇടണം, എന്നിട്ട് ടൈറ്റിലോട്ട് പോവുക. നമുക്കൊരു 50,000 ഇടാം. ഓ 50,000 സെയിൽ ചെയ്യാം. അപ്പോൾ 60,000 നമുക്കെന്നാൽ കുറച്ചുകൂടെ പൈസ കിട്ടി നോക്കാം. 80,000 നോക്കാം. അത് അങ്ങനെയും പറ്റും. നമുക്കൊരു നമുക്ക് ഇത്ര പൈസയ്ക്ക് ഇടാമേ. കാറിൻ്റെ ടൈറ്റിലോട് ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് ടൈറ്റിൽ ഇടണ്ട. എനിക്ക് നോക്കി ടൈറ്റിൽ ഇടാൻ പറ്റുന്നില്ല. നമുക്ക് ഇപ്പോൾ ആൾക്കാർ വന്നതാണ്. നമുക്ക് അവിടെ പോയിട്ട് ആർക്കെങ്കിലും വിട്ടിട്ട് വരാം. ഒന്ന് പൈസ കൂടുതലായതുകൊണ്ടാണ് തോന്നുന്നു ഒരുത്തനെയും കാണുന്നില്ല. ഒരുത്തനെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ഞാൻ ഇതിൻ്റെ ട്രെയിലറിനകത്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ കാറെല്ലാം തല്ലി പിടിക്കാൻ പറ്റുന്ന സ്ഥലം. നമുക്ക് ഇവിടെ ചെന്നിട്ട് ചുമ്മാ നോക്കിയിട്ട് വരാം. ഇല്ല, ഇതെല്ലാം പിറക്കാൻ പറ്റുന്നതാണേ. ഇതോടെ ഇത് വിറ്റിട്ട് വരാം. ഇവിടെയോടെ നമുക്ക് ഇതോടെ വിറ്റിട്ട് പോവാം. നമുക്ക് 700 സംതിങ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് നമുക്ക് നോക്കാം. കാരണം ഇയാളോട് ഇയാളുടെ പേര് നിർത്തിൻ്റെ നമ്മൾ മേടിച്ചെന്ന് തോന്നുന്നു.
തൽക്കാലം ഇതാരും അങ്ങനെ ഒത്തിരി പൈസക്ക് മേടിക്കത്തില്ലെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ഇത്ര പൈസക്ക് മേടിച്ചേക്കാം. നമുക്ക് 24,000 സംതിങ് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും പോയിട്ട് കാർ മേടിച്ചിട്ട് വരാം. നമ്മൾ എത്തിയിട്ടുണ്ട് കാർ മേടിക്കുന്ന സ്ഥലത്ത്. നമുക്ക് ഈ കാർ നോക്കാം. ഇയാൾ ഈ പാട്ടക്കാരന് 70 സംതിങ് ആണ് ചോദിക്കുന്നത്. നമുക്ക് അത്ര പോലും പൈസ ഇല്ല. ഈ പെട്ടിക്കാരന് എത്രയാന്ന് നോക്കാം. ഇയാൾ 16,000 സംതിങ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഇപ്പം മേടിക്കണ്ട, ഇനി മുന്നേ കുറച്ചുകൂടെ വലിയ കാറുകൾ മേടിക്കുന്നില്ല. അതോടെ എല്ലാം നോക്കിയിട്ട് ഈ പാട്ടക്കാരന് എത്രയാന്ന് നോക്കട്ടെ. 80,000 ഇത്രയും വൃത്തിയായിട്ടൊരു കാറ് ചോദിക്കുന്നത് ഇയാൾ. ഈ പാട്ടക്കാരെങ്കിൽ എത്രയ്ക്ക് കിട്ടും നോക്കാം. ഇനി വില കൂടുതലായിരിക്കും ഉറപ്പാണ്. ഇയാൾ കുറേ പൈസ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിനുള്ള പൈസ ഇല്ല. ഈ കാറെങ്കിലും ചോദിച്ചിട്ട് നോക്കാം. ഇയാൾ വില കുറച്ചാണ് ഈ കാർ ചോദിക്കുന്നവർക്ക് മേടിക്കാം. ബൈ. എന്നിട്ട് അപ്പത്തോടെ കാറോടെ മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ 6,000 ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് എത്ര പൈസ ആവശ്യമുള്ളപ്പോൾ പൈസ നാട്ടിലേക്ക് ഇയാളുടെ കയ്യിൽ പിന്നെ വന്ന് മേടിക്കാം. കിട്ടിയ കാർ കൊണ്ട് പോവാം. നമുക്കിതിൻ്റെ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി. നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോകാനുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ വന്ന് കടയിൽ കൊണ്ടുപോയിടാം. വീട് എവിടെയായിരുന്നു? നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ തോന്നുന്നു നമ്മൾ പെട്ടിക്കൂടെന്ന് തോന്നുന്നു. നമ്മുടെ പെട്ടിക്കൂട് കാണുന്നില്ല.
എൻ്റെ കാറിന് കുറേ ഡാമേജ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോയി നോക്കാം. ഇവിടെ എവിടെയെങ്കിലും കാണാം നമ്മുടെ വീഡിയോ. റോഡ് ഉള്ള സ്ഥലത്ത് തന്നെയാണ്. എന്നാൽ പെട്ടി വീടായതുകൊണ്ട് കണ്ടുപിടിക്കാൻ സിമ്പിൾ, പക്ഷേ കുറേ പോകണമെന്നുള്ളൂ. കാർ ഡാമേജ് ആയി. നമുക്ക് ഏതായാലും ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി.